ഹേയ് ഗായ്സ്, ദിസ് ഇസ് ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിനകത്ത് 14 കമ്പനികളാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ആൻഡ് ഇപ്രാവശ്യം ടോപ്പിലേക്ക് വരുമ്പോഴേക്കും പിന്നെയും കുറച്ചൊക്കെ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജീപ്പ് തന്നെയാണ്. ഇവരാണ് ഇപ്പോഴും ഈ ഒരു ലാസ്റ്റ് ഒന്നെങ്കിൽ ജീപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സിട്രൺ ആയിരിക്കും. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഏതായാലും ജീപ്പാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 251 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. നമ്മൾ മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജാനുവരി മാസത്തിൽ 228 വാഹനങ്ങൾ സെയിലായിരുന്നു ജീപ്പ് കിട്ടിയിരുന്നത്. അതായത് 23 വാഹനങ്ങളുടെ വ്യത്യാസവും 10.08% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. സാഡ്ലി ഈ ലിസ്റ്റിൽ ആകെപ്പാടെ ഗ്രോത്ത് വന്നിരിക്കുന്ന 5 കമ്പനികൾക്കേ ഉള്ളൂ. അതിൽ തന്നെ ഇത് ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനി നമ്മുടെ ജീപ്പാണ്. ആൻഡ് അത് ഡെഫിനറ്റ്ലി ഇത്രയും സെയിൽസ് കുറവായതുകൊണ്ടാണ്, അതുകൊണ്ടായി ചെറിയ വ്യത്യാസത്തിൽ ഇത്രയും ഗ്രോത്ത് വന്നത്. ബാക്കി എല്ലാത്തിനെയും ഗ്രോത്ത് വളരെ കുറവാണ്. ഇനി നമ്മുടെ അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിട്രൺ തന്നെയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 950 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം അതായത് ജാനുവരിയിൽ 1058 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 108 വാഹനങ്ങളുടെ വ്യത്യാസം 10.21% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈ ഡീഗ്രോത്ത് ഉണ്ട്. 4ാമത് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ടോപ്പ് 3 ഏതായാലും കയറിയിട്ടില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സിട്രൻ്റെ ഇപ്പോഴത്തെ പുതിയ എക്സ് മോഡൽസിൻ്റെ ഒക്കെ അത്യാവശ്യം ആക്ച്വലി സെയിൽസ് ഡിസേർവ് ചെയ്യുന്ന വണ്ടികളാണ്. കാരണം ഫീച്ചേഴ്സ് ഉണ്ട്, പ്രൈസിങ് അത്യാവശ്യം നല്ലതാണ്, പിന്നെ അത്യാവശ്യം നല്ല എഞ്ചിൻ ചോയ്സ്, ഗിയർ ബോക്സ് ചോയ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ സർവീസ് അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു പ്രശ്നമായിരിക്കാം ഇപ്പോഴും. നമ്മുടെ ഇനി അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന നിസാനാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 2230 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജാനുവരി കഴിഞ്ഞതിന് മുന്നത്തെ മാസം 2502 വാഹനങ്ങളുടെ സെയിലായിരുന്നു. സോ 272 വാഹനങ്ങളുടെ വ്യത്യാസവും 10.87% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് നിസാൻ. ഇവർക്ക് പക്ഷേ ഇപ്പോൾ ഈ വർഷം തന്നെ ടെക്ട്രോൺ വരും. അത് 1-2 മാസം കൊണ്ട് വരുമായിരിക്കും. അപ്പോഴേക്കും ഇവരുടെ സെയിൽസിൻ്റെ കാര്യമൊക്കെ ഓൾമോസ്റ്റ് സോർട്ട് ആവും. അതുപോലെ തന്നെയാണ് റെനോയുടെ കാര്യം. പക്ഷേ റെനോ ഇവിടെ അല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് നമുക്ക് നോക്കാം. അടുത്ത ഏതായാലും ഫോക്സ് വാഗനാണ് നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്നത്. ഇവർക്ക് 2639 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജനുവരിയിൽ 2710 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. അതായത് 71 വാഹനങ്ങളുടെ വ്യത്യാസവും 2.62% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഫോക്സ് വാഗനാണ്. കാരണം ഇത്രയും ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇവർക്ക് ഇനിയിപ്പോൾ ഒരു കൈലാക്കിൻ്റെ സെയിം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറൊരു വണ്ടിയും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിലും കൂടുതൽ സെയിൽ പിടിക്കാവുന്നുള്ളൂ. സ്കോഡയൊക്കെ ഇപ്പോൾ 3000 ആ റേഞ്ച് ചെയ്ത് നേരെ അതിൻ്റെ ഡബിളിലും കൂടുതലോട്ട് പോയി. അതും നിങ്ങൾക്ക് അധികം വേഗത മനസ്സിലാവും സ്കോഡയുടെ ഒരു പൊസിഷൻ എവിടെയാണ് വരുന്നതെന്ന്. സോ ഇതാണ് ഫോക്സ് വാഗൻ്റെ കാര്യം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നിസാൻ്റെ കേസ് പറഞ്ഞ പോലെ അടുത്ത 10th പൊസിഷൻ നിൽക്കുന്ന റെനോ ആണ്. ഇവർക്ക് 3495 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ജാനുവരിയിൽ 3715 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 220 വാഹനങ്ങളുടെ വ്യത്യാസം 5.92% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. റെനോ പക്ഷേ നിസാനിലും കുറച്ചുകൂടെ കഷ്ടമാണ്. കാരണം ഇവർക്ക് 3 വണ്ടികളുണ്ട്. ഡ്രൈവറിൻ്റെയും കൈഗറിൻ്റെയും ഒരു ഫേസ് ലിഫ്റ്റ് ഓൾറെഡി ഇറക്കിയതാണ്. ക്വിറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ആ വണ്ടിയുടെ സെഗ്മെൻറ്റ് ഇപ്പോൾ കുറച്ച് ഡൗൺ ആയതുകൊണ്ടായിരിക്കാം അവരും ചെയ്യാത്തത്. ഇനിയിപ്പോൾ ഡസ്റ്റർ വന്നാലേ കുറച്ചും കൂടെ റെനോയെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റ്ലീസ്റ്റ് സെയിൽസിൻ്റെ കാര്യത്തിലെങ്കിലും. ഇപ്പോൾ കുറച്ചൊരു മോശം കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇത്രയൊക്കെ പുതിയ ഫേസ് ലിഫ്റ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിലും അവരങ്ങനെ അങ്ങോട്ട് സെയിൽസ് പിടിക്കുന്നില്ല. എനിവേ 9th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ MGക്ക് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ മാസം 4957 വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് കിട്ടിയത്. ജാനുവരി മാസത്തിൽ 4843 വാഹനങ്ങളുടെ സെയിലായിരുന്നു. അതായത് 114 വാഹനങ്ങളുടെ വ്യത്യാസവും 2.35% ഗ്രോത്ത് റേറ്റും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും, ഇതാണോ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ്? അല്ല, ഇതാണ് നമ്മുടെ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ്. അത് ഇത്രയും ചെറിയ പെർസെൻറ്റ് വരെ നമ്മുടെ ലിസ്റ്റിൽ 3rd പൊസിഷനിലാണ് എത്തിയിരിക്കുന്നത്. MGക്കും ഇനി ഒരുപാട് വാഹനങ്ങൾ വരാനുണ്ട്. അവരിപ്പോൾ കൂടുതൽ ഇലക്ട്രിക് വണ്ടികളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനൊക്കെ അത്യാവശ്യം നല്ല സെയിലും കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പോഴത്തെ ബെസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് വാഹനം നമ്മുടെ വിൻസിറീവിയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. പിന്നെ ഇനി വണ്ടികൾ വരുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന ഹോണ്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 5629 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം ജാനുവരിയിൽ 6193 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 564 വാഹനങ്ങളുടെ വ്യത്യാസവും 9.11% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അഗൈൻ കുഴപ്പമില്ല. പക്ഷേ ഹോണ്ട ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. അമേസിൻ്റെ ജനറേഷൻ അപ്ഡേറ്റ് ഇറക്കി. സിറ്റി ഇനിയിപ്പോൾ 2027-28 ആകുമ്പോൾ ജനറേഷൻ മാറും. അതുപോലെ എലവേറ്റ് ഇറക്കി. ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാനും ആലോചിക്കുന്നത്. എങ്ങനെ വീണ്ടും സെയിൽസ് തിരിച്ചു പിടിക്കാം എന്നുള്ളത്. ഇപ്പം എന്തായാലും അത്ര ഗംഭീര ഒരു കണ്ടീഷനിലല്ല നമ്മുടെ ഹോണ്ടയും ഇന്ത്യയിലുള്ളത്. എനിവേ ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമുക്കറിയാം, സ്കോഡയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 6361 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതാണ് ഫോക്സ് വാഗൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡബിളും കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജാനുവരിയിൽ ഏതായാലും 5739 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതും വലിയ കുഴപ്പമൊന്നുമില്ല. 622 വാഹനങ്ങളുടെ വ്യത്യാസം 6.84% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അഗൈൻ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്ന വണ്ടി നമ്മുടെ സ്കോഡയാണ്. കമ്പനി സ്കോഡയാണ്. ആക്ച്വലി സ്കോഡയ്ക്ക് തൊട്ട് താഴെയാണ് ജീപ്പ് വരുന്നത്. ഞാൻ നേരത്തെ ജീപ്പിൻ്റെ കാര്യത്തിൽ അതാണ് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞത്. പക്ഷേ അത് ആക്ച്വലി സെക്കൻഡാണ്.
ഇനി 6th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി നമ്മുടെ കിയ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 27,610 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജാനുവരിയിൽ 27,603 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് വണ്ടികൾ നിൽക്കുന്നത് എനിക്കറിയില്ല. ജസ്റ്റ് 7 വണ്ടികളുടെ വ്യത്യാസവും 0.03% ഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ ഇതുവരെ ഇത്രയും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വേറൊരു കമ്പനിക്കും കണ്ടിട്ടില്ല. ഇത്രയും നമ്മൾ വണ്ടികൾ ചെയ്തിട്ടില്ല, അതായത് സെയിൽസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ. സോ ഇവർ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് സെയിൽ മീറ്റപ്പ് ചെയ്തതെന്ന് പറയും. പിന്നെ പുതിയ ജനറേഷൻ സെൽട്ടോസും കാര്യങ്ങളൊക്കെ വന്നല്ലോ, അതുകൊണ്ട് പ്രൊഡക്ഷനും ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി അടുത്ത് 5th പൊസിഷൻ നിൽക്കുന്ന ടൊയോട്ടയാണ്. ഇവരുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് അത്യാവശ്യം നല്ലതാണ്. അതായത് ഫെബ്രുവരി, അതായത് കഴിഞ്ഞ മാസം 30,737 വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് കിട്ടിയത്. ജാനുവരിയിലും 30,630 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കിയയുടെ അത്രയില്ല, 107 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും 0.35% ഗ്രോത്ത് റേറ്റ് മാത്രമേ നമ്മുടെ ടൊയോട്ടയ്ക്കും വന്നിട്ടുള്ളൂ. സോ അഗെയിൻ നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ടൊയോട്ടയ്ക്കാണ്. അതും ഈ പെർസെൻറ്റേജ് കണക്ക് നോക്കണം, 1%, 0.5% താഴത്താണ് ഈ രണ്ട് കമ്പനികളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ്. സോ അത് കൊള്ളാം. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷൻ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 52,407 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം 59,107 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. അതായത് 6,700 വാഹനങ്ങളുടെ വ്യത്യാസവും 11.34% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഹ്യുണ്ടായി. പക്ഷേ ഫസ്റ്റും, അതായത് രണ്ടാമതും ആദ്യത്തെ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇതിപ്പോൾ 11.34 ആണെങ്കിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കമ്പനി 11.37 ആണ്. അത് ഏത് കമ്പനിയാണെന്ന് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. എന്തായാലും ഹ്യുണ്ടായിക്ക് മന്ത് ഓൺ മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സെയിൽ കുറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ 3rd പൊസിഷൻ നിൽക്കുന്ന മഹീന്ദ്ര. ഇവർക്ക് അത്രയും കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 60,118 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ജാനുവരി, അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം 63,510 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരുന്നത്. മഹീന്ദ്രയ്ക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഹൈസ്റ്റ് സെയിൽ കിട്ടിയത് ജാനുവരിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഏതായാലും 3,492 വാഹനങ്ങളുടെ വ്യത്യാസം 5.5% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുള്ളൂ. അത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി, അതിപ്പോൾ ഏകദേശം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. യെസ്, ടാറ്റ തന്നെയാണ്. ഇവർക്ക് പക്ഷേ കഴിഞ്ഞ മാസം 62,239 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുള്ളൂ. അതായത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജാനുവരിയിൽ 70,222 വാഹനങ്ങൾ സെയിൽ വന്നാണ്. 7,983 വാഹനങ്ങളുടെ വ്യത്യാസവും 11.37% ഡീഗ്രോത്ത് റേറ്റാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതും സെക്കൻഡ് വന്നിരിക്കുന്നത് ഹ്യുണ്ടായുടെ 11.34, ഇത് 11.37. വലിയ വ്യത്യാസമില്ല. പക്ഷെ എന്നാൽ പോലും ടാറ്റയ്ക്ക് വന്നിരിക്കുന്ന 8,000 വണ്ടിയിലെടുത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ജാനുവരിയിലാണ് ഇവർക്കും കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് സെയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഹീന്ദ്രയും ടാറ്റയും തമ്മിൽ നല്ല കോമ്പറ്റീഷനാണ്. ചില മാസം മഹീന്ദ്ര കയറും, ചില മാസം ടാറ്റ കയറും. പക്ഷേ ഇവർക്ക് ആർക്കും പിടിക്കാൻ പറ്റാത്ത നമ്മുടെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന മാരുതി സുസുക്കി തന്നെയാണ്. ഇപ്പോഴും സെക്കൻഡ് നിൽക്കുന്ന കമ്പനിയേക്കാൾ 3 times കൂടുതൽ സെയിലിൻ്റെ അടുത്ത് മാരുതിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയും. കഴിഞ്ഞ മാസം 1,00,000 കറക്റ്റ് 61,000 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ജാനുവരിയിൽ 1,74,529 വണ്ടികളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 13,529 വണ്ടികളുടെ വ്യത്യാസം 7.75% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ടെക്നിക്കലി നോക്കുമ്പോൾ 13,000 വണ്ടികളുടെ കുറവെന്നൊക്കെ പറഞ്ഞാൽ ചില കമ്പനികൾക്ക് പോലും 13,000 വണ്ടികളുടെ സെയിൽ കിട്ടാറില്ല. പക്ഷേ ഇവർക്ക് അത്രയും വണ്ടികളുടെ സെയിൽ കുറഞ്ഞിട്ടാണുള്ളത്. പക്ഷേ ഓവറോൾ നോക്കുമ്പം ഇവർക്ക് കുഴപ്പമില്ല, കാരണം 1,50,000 മുകളിൽ സെയിൽ ഇപ്പോഴും വരുന്നുണ്ട്. എനിവേ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനികളുടെ വീഡിയോ. എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.